നമ്മുടെ സംസ്ഥാനത്തും വിപുലമായ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളൊക്കെയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9 മണിക്ക് ഗവർണർ പതാക ഉയർത്തും, മുഖ്യമന്ത്രിയും പങ്കെടുക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാരാകും ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുക. ദേവനാണ് അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം തത്സമയമുള്ളത്. ദേവൻ, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഇപ്പോൾ നമ്മൾ രാജ്യം പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞു, കർത്തവ്യപഥൊക്കെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ശരത്ലാൽ പറയുമായിരുന്നു. സംസ്ഥാനത്തും അങ്ങനെ തന്നെയല്ലേ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായില്ലേ? ഗുഡ് മോർണിംഗ് സേതു, ഹാപ്പി റിപ്പബ്ലിക് ഡേ. സംസ്ഥാനവും 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും ഗവർണറും പങ്കെടുക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇന്ന് ചടങ്ങുകളെല്ലാം നടക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 9 മണിയോടുകൂടി തന്നെ ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ആഘോഷങ്ങൾ ആരംഭിക്കും. 9 മണിക്ക് ഗവർണർ പതാക ഉയർത്തും. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും മറ്റ് ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ വേദിയിലുണ്ടായിരിക്കും. ഒപ്പം തന്നെ വിവിധ സേനാംഗങ്ങളുടെ പരേഡ് കൂടി ഉണ്ടായിരിക്കും. അതിൽ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നുള്ള സേനാ ഉദ്യോഗസ്ഥരടക്കം ഈ പരേഡിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ പോലീസിൻ്റെയും ഒപ്പം തന്നെ മറ്റ് സേനാംഗങ്ങളുടെയും പരേഡും ഇവിടെ നടക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തവണ സംസ്ഥാനത്ത് ആദ്യമായി NSS കേഡറ്റിൻ്റെ പ്ലറ്റൂൺ, ഒരൊറ്റ പ്ലറ്റൂണായി ഇത്തവണ ഈ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമാകുന്നുണ്ട്. അത് തിരുവനന്തപുരത്താണ്. അത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ NSS യൂണിറ്റുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, കാലിക്കറ്റിൽ നിന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റി അടക്കമുള്ള വിവിധ ഭാഗത്തുനിന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള NSS പ്രവർത്തകർ ഒറ്റ പ്ലറ്റൂണായി ഇത്തവണ പരേഡിൻ്റെ ഭാഗമാകുന്നുള്ളത് ഒരു പുതിയ കാര്യമാണ്. അങ്ങനെയും വിപുലമായിട്ടുള്ള പരേഡ് പരിപാടികളാണ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയും പ്രത്യേകിച്ചും ഈ പരേഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വായുസേനയുടെ ഒരു പുഷ്പവൃഷ്ടിയും തിരുവനന്തപുരത്ത് ഉണ്ടാകും. അതിനുശേഷം ഈ പരേഡ് അവസാനിച്ച ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും ഈ റിപ്പബ്ലിക് ദിന സന്ദേശം വായിക്കും. ഇതുപോലെ തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും എറണാകുളത്ത് മന്ത്രി P. രാജീവും കോഴിക്കോട് മന്ത്രി മുഹമ്മദ് റിയാസും ഇത്തരത്തിൽ നിയമസഭയിൽ സ്പീക്കർ എൻ ഷംസീർ ആയിരിക്കും പതാക ഉയർത്തുക. മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ ചുമതലയുള്ള മന്ത്രിമാർ, കൊല്ലത്ത് KN ബാലഗോപാലും ഒപ്പം തന്നെ ആലപ്പുഴയിൽ P. പ്രസാദും അടക്കം ജില്ലാ ചുമതലയുള്ള മറ്റ് മന്ത്രിമാരും ഇത്തരത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശങ്ങൾ വായിക്കും. ഓക്കെ, ശരി ദേവൻ. ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിന് എല്ലാം കൊണ്ടും പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പരേഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ